ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്കാണ്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. വീട്ടിൽ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് ടൂട്ടി ഫ്രൂട്ടിയാണ്. പച്ച പപ്പായ ഉണക്കിയതിന് ശേഷം പഞ്ചസാരയിൽ വിളയിച്ചെടുത്ത്. ഇത് ബ്ലാക്ക് കറന്റ് ആണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലേസ് ചെറീസ് ആണ്. ഇത് നമുക്ക് പാക്കറ്റിലൊക്കെ കിട്ടുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലൊക്കെ ഇടത്തില്ലേ, അതാണ്. ഇത് ഡ്രൈ ചെറീസ് ആണ്. ഇത് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈ ചെറീസിൽ അല്പം പുളിയും മധുരവും കൂടെ ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കിസ്മിസ് ആണ്. ബ്ലാക്ക് കിസ്മിസും മഞ്ഞ കളറിലെ കിസ്മിസുമാണ്. ഇത് രണ്ടും കഴുകി നല്ലതുപോലെ വെള്ളം കളഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ആണ്. നമ്മൾ ഡേറ്റ്സ് എടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് എടുക്കണം, സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കരുത്. പിന്നെ ഞാനിത് റമ്മിലാണ് സോക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഗ്ലേസ് ചെറീസ് 1/4 കപ്പ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. കിസ്മിസ് ഇത് വലിയ കിസ്മിസ് ആയതുകൊണ്ട് തന്നെ 1/4 കപ്പ് ഞാൻ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ചെറിയതാണെങ്കിൽ നിങ്ങൾ ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബ്ലാക്ക് കറന്റ് 1/4 കപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 1/4 കപ്പ് ഡ്രൈ ചെറീസ് ഇട്ട് കൊടുക്കാം. അത് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ബ്ലാക്ക് കിസ്മിസ് ആണ്, അത് ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ചോപ്പ് ചെയ്തിട്ടില്ല. പിന്നെ എടുത്തേക്കുന്നത് 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് അതനുസരിച്ച് അളവും നമുക്ക് വ്യത്യാസം ആയിട്ട് ചേർക്കാം. ഇനി ഞാനിവിടെ അല്പം വലിപ്പമുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ബ്ലാക്ക് ഗ്രേപ്സ് മാത്രം 1/2 കപ്പും ബാക്കിയെല്ലാം 1/4 കപ്പുമാണ് ചേർത്തേക്കുന്നത്. ഇത് ഞാൻ 250 ml കപ്പിന് 2 കപ്പുണ്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം. ഇനി നമുക്കിതിലേക്ക് റം ആഡ് ചെയ്യണം. ഞാൻ 180 ml റമ്മാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നമുക്കിതിൽ റമ്മ് തന്നെ ചേർക്കണമെന്നില്ല. ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ റെഡ് വൈനോ ഒക്കെ ചേർക്കാം. ഓറഞ്ച് ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഡിപ്പാക്കി കൊടുക്കണം. ഇവിടെ ഞാൻ ഓൾഡ് മങ്കിൻ്റെ റമ്മാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റമ്മ് തന്നെ വേണമെന്നില്ല, വിസ്കി ബ്രാൻഡി എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഡിപ്പാക്കി എടുക്കണം. ഇത് നല്ലതുപോലെ ഉള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് നല്ലതുപോലെ അടച്ചിട്ട് ഇതൊരു ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ. കിച്ചണിൻ്റെ കബോർഡിലോ ഒക്കെ ഒന്ന് വെക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം, ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ട്. ഇതിൽ ഞാൻ ഓറഞ്ച് സെസ്റ്റ് ചേർത്തിട്ടില്ല, അതെനിക്ക് കിട്ടിയില്ല. ഇതാണ് ഓറഞ്ച് സിസ്റ്റ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിത് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇതും കൂടി ഒന്ന് അരിഞ്ഞ് ചേർക്കുവാണ്. ഇത് 1/4 കപ്പ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഓറഞ്ച് ഉണക്കിയിട്ട് അതൊന്ന് പഞ്ചസാരയിൽ വിളയിച്ചെടുത്താണ് ഈ ഓറഞ്ച് സിസ്റ്റ്. നമ്മൾ സാധാരണ പ്ലം കേക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ ഓറഞ്ചിൻ്റെ ഈ ഒരു പ്രത്യേക ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിത് ഒരാഴ്ച അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓവർനൈറ്റ് എങ്കിലും സോക്ക് ചെയ്തിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഒരു ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് അടച്ച് വെക്കുവാണ്. 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ സൈഡിലും കൂടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് മാറ്റി വെക്കാം. ഇനി ഞാൻ കുറച്ച് സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ഗ്രാമ്പു, 5 ഏലക്ക, 2 പട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലം കേക്കിൽ കൂടുതലായിട്ട് ഗരം മസാലയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത്, അതുകൊണ്ട് മിക്സിയുടെ ജാറിൽ പെട്ടെന്ന് പൊടിഞ്ഞിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം.
അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ പൊടിച്ചെടുത്ത ഗരം മസാല 1/2 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതോടെ ചേർത്തൊന്ന് അരിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ മിക്സിയുടെ ജാറിലിടുമ്പോൾ പൊടിയത്തില്ല, അപ്പോൾ ഇത് കളയരുത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പഞ്ചസാര പൊടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് ഇത് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ചുക്ക് പൊടിയും കൂടി ഇടുവാണ്, ഒരു പിഞ്ച്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചു. അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക. ഇത് ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുവെള്ളം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു 1/2 കപ്പ് ആകുന്നിടം വരെ ഒന്ന് പറ്റി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇത് 1/2 കപ്പ് ആയിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കാൻ മാറ്റി വെക്കണം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ്. പിന്നെ 100 ഗ്രാംസ് ബട്ടർ, പിന്നെ പൊടിച്ചെടുത്ത പഞ്ചസാര 1/2 കപ്പുണ്ട്. ആദ്യം ഈ ബട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർക്കുവാണ്. കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർക്കാൻ പൊടിച്ചത്. ഇതാദ്യം നമ്മളൊരു സ്പാച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം വെളിയിൽ പോവും. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ബട്ടറും പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം മുട്ട ചേർക്കാം. ആദ്യം ഒരു മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുക, അതിന് ശേഷമേ അടുത്ത മുട്ട ചേർക്കാവൂ. അപ്പം ഒരു മുട്ട ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടുത്ത മുട്ടയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് പിരിഞ്ഞതുപോലെ തോന്നും, പക്ഷേ അതിനൊന്നും കുഴപ്പമില്ല. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ സിറപ്പോടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ സമയത്ത് ഒരു പാത്രത്തിൽ ഒരു റിംഗ് ഒക്കെ ഇറക്കി വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഞാനൊരു ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇത് ഞാൻ ഒരാഴ്ച മുമ്പേ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. ഇത് നല്ലൊരു മണമാണ്. ഇത് തുറക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും ഞാൻ മിക്സ് ചെയ്യായിരുന്നു. ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പാണ് ഞാൻ 1 കിലോ കേക്കിൻ്റെ അളവിലെടുക്കുന്നത്. 1 കപ്പ്. ഇനി ബാക്കി കുറച്ചും കൂടിയുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പിസ്ത ചോപ്പ് ചെയ്തത് ഇടുവാണ്. പിന്നെ 1/4 കപ്പ് കാഷ്യൂ നട്ട് കൂടെ ചോപ്പ് ചെയ്തിട്ടു. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർക്കുവാണ്. കാരണം ഇത് ബാറ്ററിൽ ചേർക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇത് താഴ്ന്നു പോകും. അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് വെക്കുന്നത്. ഇനി നമ്മുടെ ബാറ്ററിലേക്ക് ആദ്യം അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാം ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ 3 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പാച്ചില വെച്ചിട്ട് ഇതിന് മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ വെച്ച പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഇത് ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഇതിലേക്ക് മുകളിൽ കുറച്ച് കാഷ്യൂ നട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം. അരമണിക്കൂറായിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടൊക്കെ വെച്ച് കൊടുക്കാം. നേരത്തെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതങ്ങ് താഴ്ന്നു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുന്നത്. നടുക്ക് അധികം ബേക്കായിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ താഴ്ന്നു പോവുമായിരിക്കും. ഇനി ഞാനിതിലേക്ക് കുറച്ച് ബ്ലാക്ക് കറണ്ട് കൂടി ഇട്ട് കൊടുക്കുവാണ്. ഡ്രൈ ഗ്രേപ്സ് ബ്ലാക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കാം. 1 മണിക്കൂർ കൂടുതലാവും ഇത് ബേക്കിംഗ് ടൈം. അപ്പോൾ ഇത് 1.5 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം ബേക്കായൊന്ന്. അത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്, ബേക്കായിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതിന് ശേഷമേ ഡീമോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു നൈഫ് വെച്ചിട്ട് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് 1 മണിക്കൂർ ആകുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പം സാധാരണ കേക്കിനെക്കാട്ടിൽ കൂടുതൽ സമയം എടുക്കും. ഇതെനിക്ക് 1.5 മണിക്കൂറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം 1 മണിക്കൂർ മീഡിയം ഫ്ലെയിം വെച്ചു, പിന്നെ അരമണിക്കൂർ സിമ്മിലാണ് വെച്ചത്. അതുകൊണ്ട് ഇങ്ങനെ അടിഭാഗമൊന്നും വേഗം കരിഞ്ഞു പോകത്തില്ല. നമ്മൾ ഫുൾ ടൈം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേഗം അടിഭാഗം കരിഞ്ഞു പോകും, എന്നിട്ട് മുകൾ വശം നല്ല കളറായിട്ട് വരത്തുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. 1.5 മണിക്കൂർ തൊട്ട് 1.25 മണിക്കൂർ വരെയൊക്കെ എടുക്കും ബേക്കിംഗ് ടൈം. ഇനി ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ, എങ്കിലേ ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പറിൽ നല്ലതുപോലെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കുവാണ്. എയറൊന്നും വരാതെ നല്ലതായിട്ട് കവർ ചെയ്ത് വെക്കാം. ഇനി ഇതിന് മുകളിൽ ഒരു സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത് അടച്ച് വെച്ചിട്ട് നല്ല മണമാണ്, പ്രത്യേക ഒരു ഫ്ലേവറിൻ്റെ ഒരു നല്ല സ്മെല്ലാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവർ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ചേർക്കത്തില്ല. അവരെല്ലാത്തിനും എസെൻസ് ആയിരിക്കും ചേർക്കുന്നത്. അതുപോലെ തന്നെ കാരമൽ കളർ ചേർക്കും, റം എസെൻസ്, അങ്ങനെയൊക്കെയാണ്. ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് ടെക്സ്ചറാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നൊന്നും പോയിട്ടില്ല, എല്ലാം ഇതാ കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതുമായിട്ട് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതിനേക്കാട്ടിൽ ടേസ്റ്റാണ് ഇതിന്. നമ്മൾ വീട്ടിൽ തന്നെ നല്ല സാധനങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അഡ്വാൻസ് മെറി ക്രിസ്മസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.